ആശാവർക്കർമാർ കഴിഞ്ഞ 10 ദിവസമായിട്ട് നടത്തിവരുന്ന സമരം തുടരുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തെ ഓണറേറിയം ആശാവർക്കർമാർക്ക് കുടിശ്ശിക ഇന്നലെ രാത്രി കൊടുത്തു എന്ന് അവകാശപ്പെട്ട് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിരുന്നു. അങ്ങനെ ഒരു പൈസമേ വന്നിട്ടില്ല. അപ്പോൾ ഇത് വ്യാജ പ്രചരണമാണ്. ജനങ്ങളെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. മറ്റൊന്ന്, ഈ 13,200 രൂപ വെച്ച് 26,000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. നിലവിലെ ഓണററി 7,000 രൂപയാണ്, അതിന് മാനദണ്ഡങ്ങളുണ്ട്. അത് 13,200 രൂപ വെച്ച് 26,000 രൂപ കൊടുത്തു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി 13,200 രൂപ കിട്ടിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. പിന്നെ നാളെ മഹാസംഗമമാണ്. എല്ലാ ജില്ലയിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടെ വരും. വെച്ചുകൊണ്ട് ഇത് വിജയിപ്പിച്ചിട്ട് തിരിച്ചു പോകും. ചേച്ചി പേരെന്താ? റോസി. ചേച്ചി, സർക്കാർ അനുകൂലമായിട്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നല്ലോ ആശാ വർക്കേഴ്സിന്, എന്നിട്ട് എന്ത് പറ്റി സമരം നീളാൻ കാരണം? അനുകൂലമായിട്ട് അവർ പറയുന്നതേ ഉള്ളൂ, ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യം മേഡത്തെ കാണാൻ പോയപ്പോഴേ ഞങ്ങളുടെ ആവശ്യം അവർ പറയുന്നില്ല. 2 മാസത്തെ കുടിശ്ശിക തന്നെന്ന് പറഞ്ഞു, ഇതുവരെ അക്കൗണ്ടിലൊന്നും വന്നിട്ടില്ല. ഈ 2 മാസം കുടിശ്ശിക തന്നു എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. കാര്യം എന്താണെന്ന് അറിയാമോ? കാരണം ഞങ്ങൾക്ക് മാസം തോറും തരാതെ 3 മാസം 4 മാസം പെൻഡിങ് ഇട്ടിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ 1 മാസത്തെ പൈസ വരും. അത് വലിയ കാര്യമാണോ? ഈ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് എല്ലാ മാസവും 5-ാം തീയതി എന്ന് പറയുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ വരും. ഞങ്ങൾക്ക് അതുപോലും വരുന്നില്ല. ഞങ്ങൾ രാപ്പകൽ പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾക്ക് എന്തെന്ന് വെറും 7,000 രൂപ. നമ്മുടെ ധനകാര്യമന്ത്രി എത്രയാണ് പറഞ്ഞത്? 13,200 രൂപ. ഏത് കണക്കിലാണ് 13,200 ആശമാർക്ക് തരുന്നത്? ഒരു കണക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഓണററി എന്ന് പറഞ്ഞാൽ 7,000 രൂപ, ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഒരു 3,000-നകത്ത്. അത് നമ്മുടെ വർക്ക് അനുസരിച്ച്. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ ഒരാൾക്ക് 10-20 രൂപയാണ് ഒരു കുത്തിവയ്പ്പിന്. അത് പിള്ളേർ വരുന്നത് പോലെ ഇരിക്കും. അവിടെ നമുക്ക് നിശ്ചിത തുക പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒരു 10-നകത്തൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഈ 7,000 രൂപയ്ക്ക് 10 ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പൊ അതിൽ 1-2 ചെയ്തില്ലെങ്കിൽ 700 രൂപ വെച്ച് കുറയും. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ഫിക്സഡ് 7,000 എന്ന് പറയാൻ പറ്റും? അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ 10 ക്രൈറ്റീരിയ എടുത്ത് കളയണം. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു 10 ക്രൈറ്റീരിയ കൊടുത്താൽ അവർ മാസം എത്ര രൂപ വാങ്ങും? എല്ലാവർക്കും ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതനുസരിച്ചല്ലേ, നമ്മൾ ഈ ക്രൈറ്റീരിയയുടെ അപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വെട്ടിക്കുറപ്പ് വരുന്നു. പിന്നെ നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓണറേറിയം ഉള്ളതിന് മാസം തോറും കറക്റ്റാ എന്ന് പറഞ്ഞാൽ 21,000 രൂപ ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന് വല്ല തെറ്റുണ്ടോ? കാരണം ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് കുറഞ്ഞത് 750 രൂപ കിട്ടും. 750 രൂപയാണ് അല്ലേ? അതിൽ കുറച്ച് ആർക്കെങ്കിലും കൂലി കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഇവിടെ വന്ന് പണിയെടുത്താൽ അയാൾക്ക് കൊണ്ട് 750 രൂപ. അത് ഇത്ര മണിക്കൂർ അല്ലേ? പക്ഷെ നമ്മളാണെങ്കിൽ സമയം നോക്കാതെ രാപ്പകലൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോവിഡ് കാലം അറിയാമല്ലോ, നമുക്ക് ഉറക്കവും ഇല്ല, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ല. സമൂഹത്തിൽ എല്ലാവരും വീടിനകത്ത് നിന്നപ്പോൾ ഞങ്ങൾ പുറത്താ. അപ്പൊ ഇതെല്ലാം നമ്മൾ ലാഭിച്ച അപ്പോൾ ഇവര് പൈസ ഞങ്ങൾക്ക് അഡീഷണൽ വല്ലതും തന്നായിരുന്നോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്രതിബദ്ധത ഉണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ആരോഗ്യവകുപ്പ് പ്രവർത്തകരാണ്. ആ ഒരു പ്രതിബദ്ധത ജനങ്ങളുടെ ആരോഗ്യം അത് ഞങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന വ്യക്തികളാണ്. എന്നിട്ട് ഞങ്ങൾക്ക് തരുന്നത് എന്തോന്ന് 233 രൂപ ഒരു ദിവസം. അപ്പൊ 30 ദിവസം ആകുമ്പോൾ ഒരു ഞായറാഴ്ച അവധിയില്ല, ഒരു സെക്കൻഡ് സാറ്റർഡേ അവധിയില്ല, ഒരു ഗവൺമെന്റ് അവധിയില്ല, ഒരു നമുക്ക് ഡ്യൂട്ടി ഇടാറുണ്ട് ഹോസ്പിറ്റലിൽ. ആ സമയത്ത് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻസിന്റെ ആഘോഷമാണ് വരുന്നതെങ്കിൽ ഹിന്ദുസ് നോക്കിയിടും, അവരുടെ ആഘോഷം പറഞ്ഞെങ്കിൽ മറ്റുള്ളവർ നോക്കിയിടും. അപ്പം ഞാൻ ജാതിമതം പറയുന്നതല്ല. ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അവധി ഇല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു മാസം ആ ചെയ്യുന്ന പൈസ 7,000 കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അതുപോലും കിട്ടാത്ത ആശമാരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലീവ് എടുത്താൽ പോയി, ഒരു അസുഖം വന്നാൽ നമുക്ക് ഒരു പൈസയും ഇല്ല. ഇപ്പൊ ഒരു ആശ റിവ്യൂ മീറ്റിംഗ് വെച്ചു, അന്ന് വരാൻ പറ്റില്ല. ഒന്നീ നമുക്ക് അസുഖമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായിരിക്കാം. അന്ന് വന്നില്ലെങ്കിൽ 700 രൂപ കിട്ടത്തില്ല. ഒരു ഇമ്മ്യൂണൈസേഷൻ പങ്കെടുക്കേണ്ട ദിവസം അന്ന് നമുക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു വീടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യം കാണുമല്ലോ അമ്മമാർക്കൊക്കെ ആകുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ അന്ന് പങ്കെടുത്തില്ല എങ്കിൽ ആ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് എന്ത് ചെയ്യില്ല, 700 അവിടെയും പോയി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫിക്സഡ് 7,000 കിട്ടുന്നത്? അപ്പൊ ഈ ക്രൈറ്റീരിയകൾ എടുത്ത് മാറ്റണം, അതാണ് ഒരാവശ്യം. പിന്നെ നമ്മൾ 21,000 ചോദിക്കുന്നതിനും എന്തെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ കൂലി അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 21,000 രൂപയെങ്കിലും വേണം ഓണറേറിയം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് 21,000 ഉണ്ടാ, നമുക്ക് ശമ്പളം പോലെ തരിക. നമ്മൾ അത്രമാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സമയമെല്ലാം ആരോഗ്യവകുപ്പിന് വേണ്ടി നമ്മുടെ ജോലി ചെയ്തിട്ട് ഒരു 62 വയസ്സാകുമ്പോൾ അവർ പറയണം നിങ്ങൾ പിരിഞ്ഞു പോകൂ. അത് ന്യായമാണോ? ഞങ്ങൾ പറഞ്ഞ മിനിമം ഞങ്ങൾക്ക് പിന്നെ പിരിഞ്ഞു പോകുന്ന സമയത്ത്
ആനുകൂല്യമായിട്ട് ഞങ്ങൾ 5 ലക്ഷം രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതൊരു തുകയാണോ? കാരണം ഇത്രയും വർഷം നമ്മൾ ഈ ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം പ്രവർത്തിച്ചതിന് ശേഷം 62 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത് ഒരു മര്യാദയാണോ? കാരണം പലവിധമായ അസുഖങ്ങൾ ബാധിക്കുന്നവരുണ്ട്, കയറി കിടക്കാൻ വീടില്ലാത്ത ആൾക്കാരുണ്ട്, ആശുമാരുണ്ട്, വേറെ ഒരു വരുമാനം ഇല്ലാത്തവരുണ്ട്, കാരണം ഹസ്ബൻഡ് ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത എത്ര ആശുമാരുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റാത്ത, അതെല്ലാം പോട്ടെ, നിസ്സാരം ഇവിടെ സമരത്തിന് വരാൻ 100 രൂപ എടുക്കാൻ ഇല്ലാത്ത ആശുമാരുണ്ട്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞൊന്നും താല്പര്യം 100 രൂപ എടുക്കാനില്ല. അപ്പം ഞങ്ങൾ നിങ്ങൾ നാളെ കടം വാങ്ങിയെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ നാളെ വരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മന്ത്രി പറയണത് ഇതെല്ലാം കാര്യം ശരിയാണ്, എന്തോ ഞങ്ങൾക്കിവിടെ ഫണ്ടില്ല, കടമാണ്, അത് ധനകാര്യ വകുപ്പോട്ട് ആലോചിക്കണം, എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. എന്നിട്ട് വലിയ കാര്യത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത്? ഇവരാരോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. ഞങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താ അത്രയ്ക്ക് ഞങ്ങൾ മന്ദബുദ്ധികളാണോ? അപ്പൊ ഇവിടെ 10 ദിവസം രാപ്പകൽ ഞങ്ങൾ ഇത്രയും സമരം ഒരു പാർട്ടിക്കാരൻ വിചാരിച്ചത് നടക്കുമോ ഈ സമരം? ഇത്രയും സ്ത്രീകളെ വീട്ടിൽ അമ്മമാരാണ്, പെൺമക്കളെങ്കിൽ വീട്ടിൽ ജോലി നോക്കാൻ അമ്മമാരൊക്കെ ഉണ്ടെന്ന്, എല്ലാ അമ്മമാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വീട്ടിലെ കാര്യവും ബാക്കിയെല്ലാം ഞങ്ങൾ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് സത്യാഗ്രഹം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എന്തോന്ന് വേറെ എന്തോ പറയാ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്കൊരു നേട്ടം വേണം അല്ലേ? അല്ലെങ്കിൽ 62 വയസ്സാകുമ്പോഴേ പലവിധമായ അസുഖമായിട്ടാണ് നമ്മൾ മാറുന്നത്. ആ സമയത്ത് നമുക്കൊരു താങ്ങ്, അതാണ് 5 ലക്ഷം രൂപ ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ തെറ്റായി എന്നാണ് അവർ പറയുന്നത്. 5 ലക്ഷം രൂപയോ അത് 21,000 രൂപയോ എന്നാണ് പറഞ്ഞത്. അവർ പറയും മറ്റ് സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരളം എന്ന് പറയുന്നു. 7,000 രൂപയാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം. ഇന്ന് കർണാടകയിൽ 10 കഴിഞ്ഞു, മനസ്സിലായില്ലേ? അവർ ഇന്ന് ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കാനും തുടങ്ങി 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകുന്നവർക്ക്. ഈ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നെന്ന് പറയുന്നല്ലോ, ഒരു ദിവസത്തെ ശമ്പളം എത്രയാണെന്ന് അവരൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. അത് ഏറ്റവും കൂടുതലാണോ? നമ്മുടെ കേരളത്തില് ഇന്ന് നമ്മൾ കൊടുക്കുന്ന കൂലി അനുസരിച്ച് നോക്കുമ്പോൾ ഈ 233 ഒരു കൂലിയാണോ? അത് നമുക്ക് സമയമുണ്ടോ? ഇല്ല. അവധിയുണ്ടോ? ഇല്ല. എപ്പോഴും വേണമെങ്കിൽ ഇപ്പൊ ഒരു പകർച്ചവ്യാധി വന്നു, ആദ്യം ചോദിക്കാം ആശയുടെ അവിടെ എന്താണ്? നിങ്ങൾ ആദ്യം പോയി നോക്കുക. ഉദ്യോഗസ്ഥരല്ല, ആദ്യം നമ്മളാ പോകുന്നേ. അവിടെ പോയി അവിടെ റിപ്പോർട്ട് എടുക്കണം, അവർക്ക് എന്താണെന്ന് നോക്കണം, അടുത്ത വീട്ടിൽ സ്പ്രെഡ് ആകാതിരിക്കണം നോക്കണം. അതുപോലെ മഴ സമയമാണെങ്കിൽ മഴക്കാല രോഗങ്ങൾ വരാൻ അതായിരിക്കും, അതിനു വേണ്ടി ശ്രദ്ധിക്കണം. സോഷ്യൽ ആക്ഷൻ അങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. അതുപോലെ മഴ സമയമാണെങ്കിൽ മഴക്കാല രോഗങ്ങൾ വരാൻ അതായിരിക്കും, അതിനു വേണ്ടി ശ്രദ്ധിക്കണം. സോഷ്യൽ ആക്ഷൻ അങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. അതേപോലെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സർവേ, ഒരു രക്ഷയില്ല. ഒരു സർവേ കഴിയും, അടുത്തൊരു സർവേ വരും, വീണ്ടും ഒരു സർവേ കഴിയും. ഇപ്പൊ ലെപ്രസിയുടെ സർവേ 30-ാം തീയതി മുതൽ ഈ മാസം 12-ാം തീയതി വരെ വെച്ച് ഞങ്ങൾ 10-ാം തീയതി സമരത്തിൽ കയറി. ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ റിപ്പോർട്ട് തരില്ല, കാരണം 10-ാം തീയതി വരെ ആവശ്യം എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എന്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം? ഞങ്ങളുടെ 3 മാസത്തെ സാലറി മുടക്കം, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല. അപ്പോൾ ഈ ഗവൺമെന്റ് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇനി അടുത്ത ക്യാൻസറിന്റെ സർവേ വരാൻ പോവുമോ? അപ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഞങ്ങൾക്ക് സർവേ തരുന്നു, ഓരോ വർക്ക് ഭാരം കൂടെ തരുന്നു. ഹോസ്പിറ്റൽ ഡ്യൂട്ടി 6 ദിനം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി നോക്കണം, സബ് സെന്റർ ഡ്യൂട്ടി നോക്കണം, റിവ്യൂ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് അറിയില്ല, ഇഷ്ടം പോലെ വർക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സ്വന്തം ആവശ്യം ഒരു ദിവസം പോയാൽ അതിനും പിന്നെ വഴക്ക് കേൾക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പരിഹാരം വേണം. നമ്മളും മനുഷ്യരാണ് അല്ലേ? നമ്മളും ഇന്ത്യയിൽ താമസിക്കുന്ന എന്താണ് എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള എല്ലാവരുടെ അവകാശങ്ങൾ പോലെ ഞങ്ങൾക്കൊരു അവകാശമുണ്ട്. അപ്പം ഞങ്ങൾ വേറെ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഉള്ള പൈസ ഞങ്ങൾക്ക് തരുന്ന ഓണററി 21,000 രൂപ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒറ്റയടിക്ക് അവർ വർദ്ധിപ്പിക്കില്ല എന്നറിയാം, എങ്കിലും ഒരു സാമാന്യ മര്യാദ അവർ കാണിക്കണം. 7,000 രൂപ ഒന്നിനും ആകത്തില്ല. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക, എല്ലാ മാസവും 5-ാം തീയതിക്കകം ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ എന്തോന്ന് പിരിച്ചുവിടൽ ആനുകൂല്യമായിട്ട് തരണം. ഇത്രയും പിന്നെ ഈ ക്രൈറ്റീരിയസ് എടുത്ത് മാറ്റണം, 10 ക്രൈറ്റീരിയ. ഇത്രയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത്. അല്ല 2 മാസത്തെ സാലറി നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകത്തില്ല. കാരണം ഞങ്ങൾ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാ, അവർ ഔദാര്യമല്ല. അല്ലെങ്കിൽ ഇതാ ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അടുത്ത 2 മാസത്തെ പൈസ ഇപ്പോഴേ തരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ തരുന്നത്. ഞങ്ങൾക്ക് 3 മാസത്തെ പെൻഡിങ് ഉണ്ട്, അതിലാണ് 2 മാസം തന്നിട്ട് നിങ്ങൾക്ക് അതും എത്ര 2 മാസം 7-7 14,000 രൂപ പത്രഗ്രൂപ്പിൽ ഇറക്കിയിരിക്കുന്ന എത്ര 16,400 രൂപ അക്കൗണ്ടിൽ വന്നു, ഇതുവരെ വന്നിട്ടില്ല. ഈ 16,400 ഏത് കണക്കിലാണ് വരുന്നത്? അപ്പൊ ഇവർ കൂട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല. എനിക്ക് നമുക്ക് എല്ലാവർക്കും വരട്ടെ പൈസ. ഞങ്ങൾ വെല്ലുവിളിക്കുവാണ്, ഈ 16,400 ആരുടെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് കാണിക്കട്ടെ, മനസ്സിലായോ? അപ്പൊ ഇല്ലാത്ത എന്തിനാ പറയുന്നത്?
കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചില്ല ഇത്ര ശക്തമായിട്ട് ഞങ്ങളിവിടെ കാണും. നാളെ ഞങ്ങൾ ഒരു ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് ഈ 14 ജില്ലകളിലെ ആശമാർ നാളെ ഇവിടെ വരും. നമ്മൾ എല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു സമരമുറയായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് വെളിയിറങ്ങാൻ നിവർത്തിയില്ലേ. വെളിയിറങ്ങുമ്പോൾ പല പല പാർട്ടിക്കാരും അവിടെ ചെന്ന് കിടന്നോ കൊട്ടക്കണക്കിന് കിട്ടാം. നമുക്ക് കൊട്ടക്കണക്കിന് വേണ്ട, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് മതി. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് നേടിയെടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഗവൺമെന്റ് ഇന്നലെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതോ? നിങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വന്നെടുക്കും, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭാര്യയും വികാസം എല്ലാം വേണം, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. സോറി, ഇങ്ങനെ പറഞ്ഞ നല്ല വേദനയുണ്ട്. നിങ്ങൾ ആ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ ഇതാ കണ്ട നമ്മുടെ ഇതാണിത്. ഈ 10 ക്രൈറ്റീരിയയാണ് നമുക്ക്. ഒരു പുതിയതായിട്ട് നമ്മുടെ വാർഡിൽ ആര് വന്നാലും നമ്മൾ തന്നെ പോകണം, നമ്മൾ തനിയെ പോകണം. അവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സിനോ മറ്റാർക്കോ അറിഞ്ഞുകൂടാ. ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ നമുക്കേ അറിയാൻ പറ്റുള്ളൂ.